വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ്. ദാരുണമായ ഈ സംഭവം അവസാനത്തെ ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ആശങ്കയുളവാക്കുന്നു. ആ കണക്കുകൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ 7 വർഷത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനയാൽ കൊല്ലപ്പെട്ടത് 152 പേരാണ്. 2016 മുതൽ 2023 വരെയുള്ള കണക്കുകളാണ് ഈ പറയുന്നത്. 2016-2017 സമയത്ത് 12 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 17-18 ആയപ്പോൾ അത് കൂടി 21ആയി. 18-19 സമയത്ത് 17 പേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. 2019-2020 ആയപ്പോൾ 13. അടുത്ത 3 വർഷത്തെ കണക്കുകളാണ് കൂടുതൽ ആശങ്ക കൂട്ടുന്നത്. അതായത് 2020-21 ആയപ്പോൾ തൊട്ട് മുമ്പത്തേക്കാൾ ഇരട്ടിയിലധികമായി 27 പേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. 2021-22 ആയപ്പോൾ അത് പിന്നെയും കൂടി 35 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2022-23 പിന്നെയും 27 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അതായത് ഈ 3 വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഓരോ മാസവും 2ഓ അതിലധികമോ ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി വയനാട്ടിൽ 10 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് 54 പേരാണ്. അതായത് ഒരു ജില്ലയിലെ കണക്കാണിത്. 10 വർഷത്തിനിടെ 54 പേർ വന്യജീവി ആക്രമണത്തിൽ മരിച്ചു. ഇതിൽ തന്നെ 42 പേരുടെയും ജീവൻ എടുത്തത് കാട്ടാന എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് വയനാട് ജില്ലയിൽ എത്രത്തോളം കാട്ടാന ഭീതി ഉണ്ട് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കാട്ടാന ഭീതിക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ്.